ചേട്ടാ ഒന്ന് മാറി നിൽക്ക്, ഞാൻ പോട്ടെ, കുറച്ച് എമർജൻസി ഉണ്ട്, മാറിക്കേ. നീ ഇതെങ്ങോട്ടാ ഓടുന്നേ? ഈ വീട്ടിൽ നമ്മൾ മാറിയിട്ട് 2 മാസമായില്ലേ, ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യണ്ടേ. ഞാൻ അക്ഷയ സെന്ററിൽ പോവാ, അതൊന്ന് മാറ്റിയിട്ട് വരട്ടെ. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നീ അക്ഷയ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റും. ഈ ഫോൺ എടുക്കുക, ഞാൻ പറഞ്ഞുതരാം. അഡ്രസ് ഫോണിൽ തന്നെ മാറ്റാൻ പറ്റുമോ? അതെങ്ങനെയാ നോക്കട്ടെ. നീ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആധാർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആധാർ നമ്പർ ഇതിൽ ആഡ് ചെയ്യുക. ആ ആധാർ നമ്പർ ആഡ് ചെയ്ത് നീ ലോഗിൻ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ കാണുന്ന പോലത്തെ ഒരു പേജ് വന്നില്ലേ, അതിനകത്ത് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ 3 ഓപ്ഷൻ കണ്ട, മൊബൈൽ നമ്പർ അപ്ഡേറ്റ്, അഡ്രസ് അപ്ഡേറ്റ്, റിവ്യൂ ഫാമിലി റിക്വസ്റ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻ കണ്ടല്ലേ. നമുക്ക് എന്താ ചെയ്യേണ്ട? അഡ്രസ് മാറ്റല്ലോ വേണ്ടേ. സോ അഡ്രസ് അപ്ഡേറ്റ് നീ ക്ലിക്ക് ചെയ്യും. അവിടെ അഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്കല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആധാറിൽ നമ്മളെ ഈ പുതിയ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, പുതിയ അഡ്രസ്സിൽ കൊടുക്കാൻ പറ്റും. ഇനി അഥവാ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് അവരുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക്, ആ നാട്ടിലേക്ക് പോയി അവിടുത്തെ അഡ്രസ്സിലേക്ക് അവർക്ക് മാറ്റണമെങ്കിൽ അവിടെ ഫാമിലി മെമ്പേഴ്സ് ആധാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്രസ്സ് മാറ്റാം. അപ്പൊ സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റില്ലേ? പിന്നെ എന്തിനാ അക്ഷയയിലേക്ക് പോകുന്നത്? നമുക്കൊരു പടത്തിന് പോകാം. ചെയ്തു. അപ്പൊ ഇനി എനിക്ക് അവിടെ വരെ ഒന്നും പോകണ്ടല്ലേ? കൊള്ളാം ഇത്.